Hira Homes. Break free. Begin anew. നമസ്കാരം, ഗ്ലോറിയ ന്യൂസിലേക്ക് സ്വാഗതം. 119ാമത് മാരാമൺ കൺവെൻഷൻ സ്പെഷ്യൽ ന്യൂസ്. വൻ ജനാവലി കൊണ്ട് സമ്പുഷ്ടമായിരുന്നു ഈ വർഷത്തെ മാരാമൺ കൺവെൻഷൻ. കൺവെൻഷനിൽ പങ്കെടുത്ത ജനതതി ആത്മീയ ചൈതന്യം പ്രാപിച്ച് തങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങി. സമാപന ദിവസമായ ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് നടന്ന സമ്മേളനത്തിൽ മലങ്കര മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർത്തോമാ മെത്രാപ്പൊലീത്ത സമാപന സന്ദേശം നൽകി. ഈ പന്തിന്റെ ഓല തന്നെയും നെയ്യുന്നത് ഓരോ വീട്ടിൽ നിന്നും 10 മടൽ ഓല ക്രമീകരിച്ചു കൊണ്ടുവന്ന് കുഞ്ഞുങ്ങൾ കെട്ടുതാരെടുത്ത് കൊടുക്കും, പ്രായമായ ഓല എടുത്തു കൊടുക്കും. ചെറുപ്പക്കാർ കയറി ബെഞ്ചിൽ കയറി നിന്നുകൊണ്ട് മനോഹരമായ വിധത്തിൽ മേഞ്ഞതാണ് ഈ പന്തൽ. എത്ര മനോഹരമായിരിക്കുന്നു! കൂലിക്കാരെ കൊണ്ട് ജയിപ്പിച്ചാലും ഇത്രയും വൃത്തിയാകുന്നില്ല. കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അവർ മാരാമൺ കൺവെൻഷനിൽ പങ്കെടുത്ത് മാരാമൺ കൺവെൻഷന്റെ അനുഭവങ്ങളെക്കുറിച്ച് ഗ്ലോറിയ ന്യൂസിനോട് സംസാരിച്ചു. 119 വർഷങ്ങളായി നടക്കുന്ന ആത്മീയ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് മാരാമൺ കൺവെൻഷൻ. ഈ വർഷവും അതീവ വിജയമായിട്ട് അത് സമാപിച്ചിരിക്കുകയാണ്. ഈ സമാപന ദിവസം അതിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. വരും വർഷങ്ങളിലും ഈ നാടിനും ഇവിടുത്തെ ജനതയ്ക്കും ഏറ്റവും അധികം ആത്മീയ ചൈതന്യം ഉൾക്കൊള്ളുന്ന ഈ കൺവെൻഷൻ വിജയകരമായി നടത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. 119ാമത് മാരാമൺ കൺവെൻഷന്റെ സമാപന ദിവസം രാവിലെ 7:30 മാരാമൺ പ്രദേശത്തുള്ള വിവിധ ദേവാലയങ്ങളിൽ അഭിവന്ദ്യ തിരുമേനിമാരും വൈദികരും ചേർന്ന് വിശുദ്ധ കുർബാന ശുശ്രൂഷ നടത്തി. മാരാമൺ പള്ളി, കോഴഞ്ചേരി മർത്തപ്പള്ളി, ചിറേറമ്പ് പള്ളി എന്നിവിടങ്ങളിൽ അഭിവന്ദ്യ തിരുമേനിമാർ വിശുദ്ധ കുർബാനയ്ക്ക് നേതൃത്വം നൽകി. രാവിലെ 9:30 പന്തലിൽ നടന്ന പരസ്യ ആരാധനയ്ക്ക് മലങ്കര മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർത്തോമാ മെത്രാപ്പൊലീത്ത നേതൃത്വം നൽകി. മാരാമൺ കൺവെൻഷന്റെ മണൽപ്പുറം വിവിധ ഭദ്രാസന സ്റ്റാളുകളെ കൊണ്ട് സമ്പുഷ്ടമാണ്. ചില സ്റ്റാളുകളിലേക്ക് ഞങ്ങളുടെ സംഘം കടന്നു ചെന്നു. ഇതാ മുംബൈ ഭദ്രാസനത്തിലെ സ്റ്റാളിൽ നിന്നും പ്രവർത്തകർ നമ്മളോട് സംവാദിക്കുന്നു. നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ബോംബെയിലെ ചുവന്ന തെരുവിലെ അമ്മമാരെയും കുഞ്ഞുങ്ങളെയും പുനരുദ്ധരിക്കുക, അവരെ പുനരധിവസിപ്പിക്കുക, ഈ ലക്ഷ്യത്തോടുകൂടെ അമ്മയും കുഞ്ഞും എന്നുള്ള സങ്കല്പമാണ് നവജീവൻ സെന്റർ എന്ന ഒരു ആശയം രൂപപ്പെടാൻ ഇടയായത്. 1994 ക്രിസ്മസ് കാലഘട്ടത്തിൽ ക്രിസ്മസ് കേക്കുമായി ചെന്ന യുവാക്കളോട് അവിടെയുള്ള അമ്മമാർ ചോദിച്ചു, ഈ ഒരു കഷണം കേക്ക് കൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ജീവിപ്പിക്കാൻ സാധിക്കുമോ? ഇത് മാർത്തോമാ സഭയോട് സമൂഹത്തോടുള്ള ചോദ്യമായിരുന്നു. ആ ചോദ്യത്തിന് സഭ കൊടുത്ത മറുപടിയാണ് നവജീവൻ, ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള യാത്ര. ആ പ്രയാണത്തിൽ ഈ കുഞ്ഞുങ്ങളുടെ വളർച്ച, അവരുടെ മാനസികമായ വികസനം, ഈ അമ്മമാരുടെ വിമോചനം, എങ്ങനെയോ ഏതെങ്കിലും സാഹചര്യങ്ങളിൽ കമേഴ്ഷ്യൽ സെക്സ് വർക്കേഴ്സായി, ലൈംഗിക തൊഴിലാളികളായി ജീവിതം ഹോമിക്കേണ്ടി വരുന്ന ഈ അമ്മമാരെ, അവരിലൂടെ ഉളവായ പിതൃത്വം ആരെന്നറിയാൻ പാടില്ലാത്ത കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനുള്ള ഒരു മഹാനിയോഗം മാർത്തോമാ സഭ 94 ഏറ്റെടുത്തു. ഇന്ന് 13 സെന്ററുകളുള്ള ഒരു മഹാപ്രസ്ഥാനമായി ഇത് വളർന്നു. കാലഘട്ടത്തിൽ നമ്മുടെ സ്ലോഗൻ നവജീവൻ എൻ്റെ ജീവൻ. അങ്ങനെയാണെങ്കിൽ ഈ സെൽഫോൺ വിപ്ലവത്തിലൂടെ ഒരാൾ മറ്റൊരാളെ അറിയുന്നതിന് മനസ്സുമായുള്ള അകലം കുറഞ്ഞ കാലഘട്ടത്തിൽ ആരോരുമില്ലാത്ത ഈ കുഞ്ഞുങ്ങളെ, ശൂന്യതയിൽ നിന്ന് ജീവിതം ആരംഭിക്കുന്ന ഈ കുഞ്ഞുങ്ങളെ ശൂന്യതയിൽ തന്നെ ഇടം കണ്ടെത്താനുള്ള ഒരു അന്വേഷണമാണ്, ഒരു റിംഗ് ടോൺ ഉണ്ടാകുന്നത്. മനുഷ്യ മനസ്സുകളെയും നവജീവനുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള ആശയരൂപീകരണം ഉണ്ടായത്. അത്തരത്തിൽ നവജീവനെ ചൊല്ലിയുള്ള പാട്ട് ആരംഭിക്കുമ്പോൾ അത് ഹിന്ദിയിലും മലയാളത്തിലും ഒരു ഡിവൈസിൽ ആ ശബ്ദം കേൾക്കുമ്പോൾ ആരോ എന്നെ വിളിക്കുന്നു, ആരോ എന്നെ കാത്തിരിക്കുന്നു എന്നുള്ള ശബ്ദം
നിശ്ചയമായും അത് കുരുന്നുകളുടെ നിലവിളിയാണ്, കുരുന്നുകളുടെ വിളിയാണ്. അത് മനസ്സിലാക്കി ആ കുരുന്നുകളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നവജീവൻ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഓർമ്മപ്പെടുത്തലിലൂടെ നാം കരങ്ങളിലെടുക്കുന്ന ഡിവൈസ് അത് കാതിലെത്തുന്നു, കാതിലൂടെ നാവിലെത്തുന്നു, നാവിലൂടെ അത് ഹൃദയത്തിലെത്തുന്നു. അത് നിശ്ചയമായും ഹൃദയത്തിലെത്തുമ്പോൾ അത് എൻ്റെ ജീവന്റെ ഭാഗമായി മാറുകയാണ്. എങ്ങനെയാണ് ജനങ്ങൾക്ക് ലഭിക്കുന്നത്? റിംഗ് ടോൺ ഇത് ഫ്രീ ആയി എല്ലാ ആളുകൾക്കും ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്നതിനുള്ള സൗകര്യം ഉണ്ടായിട്ടുണ്ട്. അതിനായി നവജീവന്റെ ഫേസ്ബുക്ക് navjeevan.mumbai.7@yahoo.com ഫേസ്ബുക്കിലൂടെ ഇത് ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. navjeevan.in അത് സന്ദർശിക്കുന്ന പക്ഷം അതിലൂടെ അത് ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള സൗകര്യമുണ്ട്. ശ്രീ മുത്തൂറ്റ് എം ജോർജ് ഓർത്തഡോക്സ് സഭയുടെ ട്രസ്റ്റി ഗ്ലോറിയ ന്യൂസിനോട് മാരാമൺ കൺവെൻഷൻ വേളയിൽ സംസാരിക്കും. 19ാമത് മാരാമൺ കൺവെൻഷൻ പമ്പയുടെ മണൽപ്പുറത്ത് സമാപിക്കുമ്പോൾ ഗ്ലോറിയ ന്യൂസിനോടൊപ്പം ചേരുന്നത് ഓർത്തഡോക്സ് സഭയുടെ അൽമായ ട്രസ്റ്റിയും മുത്തൂറ്റ് ഗ്രൂപ്പിന്റെ ചെയർമാനുമായ ബഹുമാനപ്പെട്ട എം ജി ജോർജ് മുത്തൂറ്റാണ്. ഏകദേശം 60 വർഷത്തിന് മേൽ ഈ കൺവെൻഷൻ എല്ലാ മീറ്റിങ്ങുകളും അറ്റൻഡ് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഈ മണൽപ്പുറം എൻ്റെ ജീവിതകാലത്തിൻ്റെ ആദ്യകാലം മുതൽ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രതീതിയാണ് എനിക്കെപ്പോഴും. അപ്പോൾ എവിടെയായാലും ഞാൻ ഈ കൺവെൻഷന് വരാനായിട്ട് ശ്രമിക്കും. ചില കാലങ്ങളിൽ ചില വർഷങ്ങളിലൊക്കാതെ വന്നിട്ടുണ്ടെങ്കിലും മിക്കവാറും എല്ലാ കൺവെൻഷൻ വരും. ഫോർ എക്സാമ്പിൾ ഈ കൺവെൻഷൻ തുടങ്ങിയ സൺഡേയിൽ ഞാൻ വന്നു, തിരിച്ച് പോയി ഡൽഹിയിലായിരുന്നു ഞാൻ. അത് കഴിഞ്ഞ് ഇതിനായിട്ട് ഇന്നലെ രാത്രിയിലൂടെ വന്നു. ഇവിടുത്തെ അനുഭൂതികൾ ഒരിക്കലും മറക്കാനാവാത്തതാണ്. ഇത് ഈ രാജ്യത്തിന്, ഈ സഭയ്ക്ക് മാത്രമല്ല സമൂഹത്തിനും എല്ലാം പ്രയോജനം ചെയ്യുന്ന ഒരു വലിയ കൺവെൻഷനാണ്. Break free from the past and begin every day. In the legal goodbye. In the legal Hira Homes. Break free. Begin anew. മധുരം മനോഹരം, മനോഹരം ഈ ഗാനങ്ങൾ. ലോകപ്രശസ്ത മാരാമൺ കൺവെൻഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ 101 അംഗങ്ങളടങ്ങുന്ന ഗായക സംഘമാണ്. ശ്രുതിമധുരമായ ഗാനങ്ങൾ 8 ദിവസക്കാലം പമ്പയുടെ ഓരങ്ങളിലൂടെ ഒഴുകിയെത്തുന്നു. ജനഹൃദയങ്ങളിലേക്ക് അതുപോലെ തന്നെ ഈ പാട്ടുകൾ അലയായി എത്തുന്നു. മാരാമൺ കൺവെൻഷൻ ഗായക സംഘാംഗങ്ങളിലേക്ക് ഗ്ലോറിയ ന്യൂസ് എത്തി. ഗാനങ്ങളടങ്ങിയ മനോഹരമായ ഗാനങ്ങൾ ഈ നാളുകളിൽ ജനശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇടവകകളിലും ആരാധനകളിലും പ്രാർത്ഥനാകൂട്ടങ്ങളിലും ആലപിക്കുന്നതിനായിട്ട് ഈ മനോഹര ഗാനങ്ങൾ എല്ലാവരും ഉപയോഗിക്കുന്നു. ആത്മീയ ചൈതന്യം ഉൾക്കൊള്ളുന്ന, ആത്മമാരി പെയ്യുന്ന മനോഹര ഗാനങ്ങളുമായി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ ഗായക സംഘം നമ്മോടൊപ്പമുണ്ട്. ഇപ്പോൾ ബഹുമാന്യനായ ഡയറക്ടർ അച്ഛൻ ഈ കൺവെൻഷൻ ക്രമീകരണങ്ങളെക്കുറിച്ചും ഗായക സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഗ്ലോറിയ ന്യൂസിനോട് സംസാരിക്കും. മാരാമൺ കൺവെൻഷൻ ഗായക സംഘം എന്ന് പറയുന്നത് 101 അംഗങ്ങളടങ്ങുന്ന ഗായക സംഘമാണ്. 51 ഫീമെയിൽ വോയിസും 50 മെയിൽ വോയിസും അടങ്ങുന്നതായ ഗായക സംഘമാണ് ഇത്. 350ഓളം ആളുകളിൽ നിന്ന് ഓഡിഷൻ നടത്തി സെലക്ട് ചെയ്യപ്പെട്ടതായ 101 അംഗം ഗായക സംഘമാണ് മാരാമൺ കൺവെൻഷനിൽ പാടുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ ലഭിച്ചതായ 350ഓളം ഗാനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത 16 ഗാനങ്ങൾ പുതുതായി ഉൾപ്പെടുത്തിയതായ ഗാനങ്ങളാണ് ഇവിടെ പാടുന്നത്. 101 പാട്ടുകളടങ്ങിയതായ പാട്ടുപുസ്തകമാണ് ഇവിടെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം നവംബർ മാസം 3rd സൺഡേ മുതൽ പ്രാക്ടീസ് ആരംഭിച്ച് വളരെ ചുരുങ്ങിയതായ ദിവസങ്ങൾ കൊണ്ട് മാത്രം പരിശീലനം ലഭിച്ചതായ ഒരു ഗായക സംഘമാണ് മാരാമണ്ണിൽ പാടുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാരാമണ്ണിൽ പാടുക എന്ന് പറയുന്നത്
ഏതൊരു ഗായക സംഘ അംഗത്തിൻ്റെയും ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന അനുഭവമാണെന്നാണ് എൻ്റെ വിചാരം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ശരിക്കും റിയലി ഇത് എൻജോയ് ചെയ്ത ഒരു അനുഭവമാണ് കഴിഞ്ഞ ഒരാഴ്ചത്തെ ഈ സിംഗിങ് സെഷൻ. അതിലൊരു 16 വർഷമായിട്ട് പാടുന്നു. അപ്പോൾ ഈ ഗായക സംഘത്തിൽ കഴിഞ്ഞ 16 വർഷമായി പാടുന്നതുമായിട്ടുള്ള ബന്ധപ്പെട്ട് കോഴ്സാന്റെ ഒരു അനുഭവം ഒന്ന് ഗ്ലോറിയ ന്യൂസിനോടൊന്ന് പങ്കുവെക്കാം. ഞാൻ 1986 ആദ്യമായിട്ട് ഈ മാരാമൺ കൺവെൻഷനിൽ പാടാൻ തുടങ്ങിയത്. 86 മുതൽ 90 വരെ പാടാൻ സാധിച്ചു. അതിനുശേഷം ജോലി സംബന്ധമായിട്ട് പുറത്തൊക്കെ പോകേണ്ടി വന്നതിനാൽ കുറച്ചു കാലം വിട്ട് നിൽക്കേണ്ടി വന്നു. വീണ്ടും നാട്ടിൽ വന്നപ്പോൾ ഈ ഗായകസംഘത്തോടൊപ്പം ചേർന്ന് പാടുന്നത് ആ പഴയ അനുഭവം വെച്ച് വീണ്ടും ചേർന്ന് പാടുവാൻ അവസരം തന്നു. അതോടൊപ്പം വീണ്ടും പാടുവാൻ ചേർന്ന് വന്നിരിക്കുകയായിരുന്നു. എന്നാൽ ഈ മാരാമൺ കൺവെൻഷനിൽ പാടുക എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ്. അനേകർക്ക് കിട്ടാത്ത ഒരു ഭാഗ്യമാണ്, അവസരമാണ്. അന്ധരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു മിഷൻ സൊസൈറ്റിയുടെ സ്റ്റാള് മാരാമൺ കൺവെൻഷൻ പന്തലിൽ പ്രവർത്തിക്കുന്നു. അതിൻ്റെ പ്രവർത്തകർ ഗ്ലോറിയ ന്യൂസിനോട് അവരുടെ ചില പ്രവർത്തനങ്ങളെക്കുറിച്ച് അവലോകനം നടത്തി. ഇന്ത്യയിലെ കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ക്രിസ്തീയ സംഘടനയായ ബ്ലൈൻഡ് ടു ദ മിഷൻ 1991 പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയമാണ്. അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇപ്പോൾ സണ്ണിച്ചാൻ വിവരിക്കുന്നതാണ്. ഇന്ത്യയിലെ കാഴ്ചയില്ലാത്തവരുള്ള ദൈവ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും രാജ്യവ്യാപകമായ ഒരു പ്രതിഫലനമാണ് മിഷൻ ടു ദ ബ്ലൈൻഡ് എന്ന പ്രസ്ഥാനം. 1991 ചെന്നൈ ആസ്ഥാനമാക്കി പ്രവർത്തനം ആരംഭിച്ച ഈ പ്രസ്ഥാനം ഇന്ന് ഇന്ത്യയിലെ 19 സംസ്ഥാനങ്ങളിലും നേപ്പാളിലും പ്രവർത്തിക്കുന്നു. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമായി 141 സ്റ്റാഫ് ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നു. ഇന്ത്യയിൽ മാത്രം 4.5 കോടിയോളം കാഴ്ചയില്ലാത്തവർ, നമ്മുടെ കേരളത്തിൽ തന്നെ 3.5 ലക്ഷത്തോളം കാഴ്ചയില്ലാത്തവർ, അവരെ കണ്ടെത്തുന്നതിനും അവരെ കണ്ടെത്തി അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾക്കും ഈ സംഘടന കഴിഞ്ഞ നാളുകളിൽ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിലെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ കേരളത്തിലെ പ്രവർത്തനം ഓതറ ആസ്ഥാനമാക്കിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ തിരുവനന്തപുരം, തിരുവല്ല, കോട്ടയം, എറണാകുളം, കോഴിക്കോട് എന്നിങ്ങനെ ഉള്ള സെന്ററുകൾ ഈ പ്രസ്ഥാനത്തിന് ഉണ്ട്. ആമേൻ ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിൽ വാതിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനും ആകുന്നു. വാതിലൂടെ കടക്കുന്നവനോ ആടുകളുടെ ഇടയൻ ആകുന്നു. അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. മാരാമൺ മണൽപ്പുറത്തെ മിഷൻ ടു ബ്ലൈൻഡ് സ്റ്റോളിൽ നിന്നും ക്യാമറമാൻ അഭിജിത്തിനോടൊപ്പം റിപ്പോർട്ടർ ജിലു കെ ജോൺ, ഗ്ലോറിയ ന്യൂസ്. മാർത്തമ്മ സഭയുടെ തലസ്ഥാന നഗരി എന്നറിയപ്പെടുന്ന ഭദ്രാസനമാണ് നിരണം മാരാമൺ ഭദ്രാസനം. നിരവധി പ്രവർത്തനങ്ങളെ കൊണ്ട് സമ്പുഷ്ടമായ നിരണം ഭദ്രാസനത്തിന്റെ ട്രഷറർ ശ്രീ ബിജു മതിലിങ്കൽ ഭദ്രാസന പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മളോട് വിശദീകരിക്കും. നിരണം മാരാമൺ ഭദ്രാസനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാർത്തമ്മ സഭയുടെ പരമാധ്യക്ഷനായ ഡോക്ടർ ജോസഫ് മാർത്തമ്മ മെത്രാപ്പൊലീത്ത അധ്യക്ഷതയിലുള്ള ഒരു ഭരണസമിതിയാണ് അവർ നേതൃത്വം വഹിക്കുന്നത്. നിരണം മാരാമൺ ഭദ്രാസന ചുമതലയിലെ കരിയാർ മിഷൻ ഫീൽഡ്, ഒറീസയിലെ കരിയാർ മിഷൻ ഫീൽഡുണ്ട്. അവിടെ 100-ൽ പരം അനാഥരായ കുട്ടികൾ, അവരെ നമ്മളെടുത്ത് അവരുടെ ചിലവുകൾ മൊത്തം കൊടുത്ത് അവരെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചേന്നങ്കേരി, കിടങ്ങറ, അർത്തിശ്ശേരി എന്നീ മിഷൻ ഫീൽഡുകളെ ഭദ്രാസനത്തിന് കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ട്. വളരെ സുസ്ഥിരമായ സേവനമാണ് ഭദ്രാസനത്തിന് കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട പി കെ വറേസ്റ്റൻ ഭദ്രാസന
സെക്രട്ടറി ആയിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. ഒറീസയിലെ മിഷണറി ആയിട്ട് റവറൻ അജിത് വർഗീസ് അച്ഛനും സേവനം അനുഷ്ഠിക്കുന്നു. ഏകദേശം 15 പരം സുവിശേഷകര് ഒറീസയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. വളരെ പ്രസിദ്ധമാണ് മാരാമൺ കൺവെൻഷൻ പാട്ടുകൾ. അതിൻ്റെ പാട്ടുപുസ്തകങ്ങൾ വിൽപ്പനയ്ക്ക് നേതൃത്വം നൽകുന്നത് നമ്മുടെ സുവിശേഷകരാണ്. വളരെ ത്യാഗോജ്ജലമായി ആ പ്രവർത്തനം നിർവഹിക്കുന്ന ഒരു പ്രിയപ്പെട്ട സുവിശേഷനെ നമുക്ക് പരിചയപ്പെടാം. ശ്രീ വിൽസൺ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വർഷം തോറും മുടക്കം കൂടാതെ ഈ കൺവെൻഷനിൽ ക്രമമായിട്ട് സംബന്ധിക്കുകയും ഈ കൺവെൻഷന്റെ അനുഗ്രഹത്തിനായി വിവിധമായുള്ള ശുശ്രൂഷകൾ ഏർപ്പെടുകയും ചെയ്യുന്നു. രാവിലെയും രാത്രിയിലും സ്റ്റേജിലിരുന്ന പ്രാർത്ഥനയ്ക്ക് താല്പര്യമുള്ളതായ പ്രിയപ്പെട്ടവരെ കൂട്ടി ആ കാര്യങ്ങളെ ക്രമമായി നടക്കുന്നു. അതോടൊപ്പം പാഠ്യപുസ്തക വിതരണം, ക്രമപരിപാലനം എല്ലാ ശുശ്രൂഷകളിലും അനുഗമായി പങ്കെടുത്തു വരുന്നു. തുടർന്നും അപ്രകാരമായിരിക്കാൻ ആഗ്രഹിക്കുന്നു, സമർപ്പിക്കുന്നു. എപ്പിസ്കോപ്പൽ സഭകളിൽ മാർത്തോമാ സഭ വളരെ മികച്ചതാണ്. അഭിമന്യരായ തിരുമേനിമാർ നമുക്കെന്നും പ്രിയപ്പെട്ടവരാണ്. എന്നാൽ അവരുടെ യാത്രയിൽ അവരെ ഉടനീളം അനുഗമിക്കുന്ന അല്ലെങ്കിൽ അവരെ സുരക്ഷിതമായി കൊണ്ടെത്തിക്കുന്ന നിരവധി സാരഥികൾ നമുക്കുണ്ട്. അതിൽ നമ്മുടെ മാർത്തോമാ മെത്രാപ്പോലീത്തയുടെ കഴിഞ്ഞ 30 വർഷത്തിലധികമായി ഡ്രൈവറായി സേവനമനുഷ്ഠിക്കുന്ന ശ്രീ രാജു ഏതാനും വാക്കുകൾ ഗ്ലോറിയ ന്യൂസിനോട് സംസാരിക്കും. തിരുമേനിയോടൊപ്പം 35 വർഷമായി. തിരുമേനിയുമായുള്ള ആ ബന്ധത്തെക്കുറിച്ച് ഒന്ന് പറയാം. ഒരു അപ്പൻ മകനെ എങ്ങനെ ലാളിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന അതുപോലാണ് എന്നെ കൊണ്ട് നടക്കുന്നത്. ഒരു ഡ്രൈവറായിട്ട് എന്നെ ഇതുവരെ കണ്ടിട്ടില്ല. എവിടെ പോയാലും എനിക്കതുപോലുള്ള സന്തോഷകരമായ കാര്യങ്ങളാണ്. സഭ ആദ്യമായി നിയോഗിച്ചപ്പോൾ ജോസഫ് മാർത്തോമാ തിരുമേനിയുടെ സാരഥിയായി നിയോഗിച്ചപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു നിയോഗം ഏറ്റെടുത്തത്? എങ്ങനെയായിരുന്നു? ഞാൻ തിരുമേനിക്ക് 75-ലാണ് തിരുമേനി ആകുന്നത്. ഞാൻ 80-ലാണ് ഞാൻ തിരുമേനി ഡ്രൈവറായിട്ട് ഇത് ഏറ്റെടുക്കുന്നത്, വളരെ ഏറ്റെടുക്കുന്നത്. അത് പിന്നെ ഇന്ന് വരെ യാതൊരുവിധമായ ആപത്തോ അപകടമോ ഒന്നുമില്ലാതെ, ഒരു പോറൽ പോലും വണ്ടിക്കോ ഒന്നുമില്ലാതെ കൃത്യസമയത്തിന് പ്രോഗ്രാമിന് എത്തിക്കാറുണ്ട്. ഇത്ര യാത്രകൾ ചെയ്യുമ്പോൾ ആരോഗ്യത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ടാണ് തിരുമേനിയുടെ പ്രവർത്തനങ്ങളും യാത്രകളും ഞങ്ങൾ മാധ്യമക്കാർക്ക് എല്ലാവരും നോക്കിക്കാണുന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ. അതിന് ഏറ്റവും താങ്ങായി നിൽക്കുന്ന രാഴ്ചയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തിരുമേനിയെ എത്തിക്കുന്ന എങ്ങനെയെങ്കിലും എന്തെങ്കിലും അപൂർവമായ സംഭവങ്ങൾ തിരുമേനിയുമായിട്ട് എന്തെങ്കിലും ഞങ്ങളെ പങ്കുവെക്കാനുണ്ടോ? കണ്ടിട്ടുമ്പോൾ പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും എൻ്റെ അടുത്ത് ഉറക്കം വരുന്നുണ്ടോ എന്ന് ചോദിക്കും. ലോങ് ഡിസ്റ്റൻസ് ഒക്കെ പോകുമ്പോൾ തിരുമേനി ഉറങ്ങാതെ തന്നെ എന്നോടായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. കാരണം എനിക്ക് ക്ഷീണം വരരുത്, ഉറക്കം വരരുത്, ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ക്യാമറാമാൻ ജോൺസണോടൊപ്പം അഭിജിത്ത് പാറയിൽ, ഗ്ലോറിയ ന്യൂസ്.